ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളുടെ ഫീഡിങ് അസോസിയേഷനെ കുറിച്ചാണ്. അതായത് സ്ലീപ്പിലോട്ടുള്ള ഫീഡിങ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ പാല് കൊടുത്താൽ മാത്രമേ ഉറങ്ങത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ ഒഴിവാക്കാം? അത് പാരന്റ്സിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വീഡിയോ കുറച്ച് സ്ലോ ആയി ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് 1x അല്ലെങ്കിൽ 1.5x കാണാം. അപ്പം അതിനൊക്കെ മുമ്പ് ഇത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നമാണത്? ഈ നൈറ്റ് ഫീഡ് ചെയ്താൽ കുട്ടി ഉറങ്ങൂ എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രശ്നമാണത്? കാരണം നിങ്ങളെ കുട്ടി വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഫീഡ് ചെയ്താൽ മാത്രമേ ഉറങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ അതേ കുട്ടി രാത്രി അറിയാതെ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഉറക്കത്തിലോട്ട് പോകണമെങ്കിൽ ഫീഡ് വേണ്ടി വരും. അപ്പൊ അത് കുഞ്ഞിന്റെയും അമ്മയുടെയും സ്ലീപ്പിനെ ബാധിക്കും. നിങ്ങൾക്ക് നന്നായി ഉറക്കം കിട്ടുമോ? ഇല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ രാത്രി വീണ്ടും ഉറങ്ങത്തുള്ളൂ. അപ്പം രാത്രി അങ്ങനെ ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല, ഈ പാല് കുടിച്ചാലേ ഉറങ്ങൂ എന്നുള്ള കുട്ടികൾക്ക് മറ്റൊരു ശീലം കൂടി കണ്ടുവരുന്നുണ്ട്. അവർക്ക് രാത്രിയുള്ള ഉണരൽ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ ഓരോ ഉണരലിലും എന്ത് വേണ്ടി വരും? അമ്മയുടെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ അമ്മയും ഉണരേണ്ടി വരും, അമ്മയും പാല് കൊടുക്കേണ്ടി വരും. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെ രാത്രി ദീർഘനേരം പാല് കുടിച്ചുകൊണ്ട് വായിൽ പാലും വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ലിന് കേടാണ്. അത് കേരീസ് ടൂത്തിലോട്ടും ഒരു പക്ഷെ നയിച്ചേക്കാം. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ ഫീഡിങ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ ഏറ്റവും പ്രശ്നം ആദ്യം പറഞ്ഞതാണ്, അമ്മയുടെയും കുഞ്ഞിന്റെയും സ്ലീപ്പിനെ നല്ല കാര്യമായി അത് ബാധിക്കും അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ഈ ഒരു സ്വഭാവം എങ്ങനെയാ കുട്ടിക്ക് വരുന്നത്? അത് വരാനുള്ള കാരണം, കുഞ്ഞ് വളരെ ചെറുതായിരുന്ന സമയത്ത് കുട്ടി ഒരു കംഫർട്ട്, ഒന്ന് കരയുമ്പോഴത്തിന് നമ്മൾ പാല് കൊടുത്ത് ആ കുട്ടിക്ക് ഒരു ലേൺഡ് ബിഹേവിയർ ആയി. അതായത് ഒന്ന് കംഫർട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ ഈ പാല് വേണം. അത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ പഠിയുന്നതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം ഭാവിയിലോട്ട് വരുന്നത്. അതിനർത്ഥം കുഞ്ഞ് വളരെ ചെറുതായിരിക്കുമ്പോൾ ഒരു മാസം 2 മാസം 3 മാസം ഉള്ള സമയത്ത് രാത്രി പാല് കൊടുക്കരുതെന്നല്ല, പക്ഷെ ഇതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളത്. അത് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 2 വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് കറക്റ്റ് ചെയ്യാൻ നല്ല സമയമെടുക്കും. വിചാരിക്കുന്ന പോലെ സ്വിച്ച് ഇട്ട പോലെ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ച് മാറ്റുന്ന പോലെ നാളെ തന്നെ റെഡി ആവുന്ന കാര്യമല്ല. നല്ല ക്ഷമ വേണം, പാരൻസിന്റെ സപ്പോർട്ട് വേണം. അതൊരു ബെഡ് ഓഫ് പ്രോസസ്സ് പോലെ അല്ല. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? നമുക്കിനി എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കുന്നത്. അതിനു മുമ്പ് പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസുമായി കാണാം. അപ്പൊ നമുക്ക് തുടങ്ങാം എങ്ങനെ ഇത് മാറ്റിയെടുക്കാം. നമുക്കിത് മാറ്റിയെടുക്കാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് അൺമോഡിഫൈഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും, 2 ഫീഡിങ് മെത്തേഡ്. രണ്ടും ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് അൺമോഡിഫൈഡ് എക്സ്റ്റൻഷൻ എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നിർത്തുന്ന പോലെയാണ്. എങ്ങനെയാ? ആദ്യം നമ്മൾ ഒരു ബെഡ് റൂട്ടീൻ സെറ്റ് ചെയ്യാം. എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മുമ്പത്തെ വീഡിയോസിലുണ്ട്. യൂട്യൂബിൽ സ്ലീപ്പ് എന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആദ്യം ഒരു ബെഡ് റൂട്ടീൻ സെറ്റ് ചെയ്യണം, എന്നിട്ടേ നിർത്താൻ പറ്റുള്ളൂ. എന്താണ് ബെഡ് റൂട്ടീന്? എല്ലാ ദിവസവും നിങ്ങളെ കുട്ടി 10 മണിക്കാണ് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ 9:30 മുതൽ 10 മണി വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ വിളിക്കുന്ന പേരാണ് ബെഡ് റൂട്ടീൻ. എന്ന് പറയുമ്പോൾ ഒരു 9:30 മണിയാകുമ്പോൾ നിങ്ങളെ കുട്ടീനെ കുളിപ്പിക്കുക, പല്ല് തേക്കുക, പിന്നെ നൈറ്റ് ഡ്രസ്സ് ഇടിക്കുക. ഒരു 9:20 9:50 ഒക്കെ ആകുമ്പോൾ ബെഡിലോട്ട് പോവുക, ലൈറ്റ് ഓഫ് ആക്കുക, കിടക്കുക. ഇതാണല്ലോ ബെഡ് റൂട്ടീൻ. അത് നിങ്ങൾ 1-2 മാസം അത് ആദ്യം ചെയ്യാം. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബെഡ് റൂട്ടീൻ സെറ്റ് ചെയ്യുന്ന ഈ ബെഡ് റൂട്ടീൻ്റെ ആ അരമണിക്കൂറിൽ ഒരിക്കലും ഫീഡിങ് മാക്സിമം കൊടുക്കാതെ ശ്രമിക്കുക. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ഈ റൂട്ടീന്റെ ഭാഗമല്ല ഫീഡിങ് എന്നുള്ളത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ നല്ലൊരു 1-2-3 ആഴ്ച സെയിം റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ 4ാമത്തെ ആഴ്ച 9:30 മണിയാകുമ്പോൾ കുട്ടി ഇങ്ങോട്ട് തന്നെ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ, നമുക്ക് ഉറങ്ങണ്ടേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ബെഡ് റൂട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബെഡ് റൂട്ടീന്റെ ഭാഗമായി നിങ്ങൾ ഫീഡിങ് അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. അതായത് ആ 9:30 മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാതിരിക്കുക. ശരിയാണ്, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ബെഡിലോട്ട് പോകുമ്പോൾ ആ കുട്ടി ചോദിച്ചേക്കാം, പക്ഷെ അത് കാര്യമാക്കേണ്ട. അതിന് മുമ്പും നിങ്ങൾ ഫീഡിങ്ങിനെ കുറിച്ച് പറയാതിരിക്കുക. അങ്ങനെ എന്നിട്ട് കുട്ടിനെ ബെഡിലോട്ട് കൊണ്ട് കിടത്തുക, എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കുക,
ഈ ബെഡ് റൂട്ടീൻ ഒരു 1-2 ആഴ്ച സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ ഫീഡിങ് കൊടുക്കാതിരിക്കുക. കിടക്കാൻ നേരത്തെ ഫീഡിങ് ചോദിച്ചാൽ കൊടുക്കരുത്. ലൈറ്റ് ഓഫ് ആക്കി കിടന്നാൽ ഇഗ്നോർ ചെയ്യാം. കുട്ടി കരയും, അപ്പോഴോ അത് ഇഗ്നോർ ചെയ്യാം. രാത്രി കുട്ടി എഴുന്നേറ്റാലോ അപ്പോഴും ഫീഡിങ് കൊടുക്കരുത്. എനിക്കറിയാം ഒരു പാരന്റിനെ സംബന്ധിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കൽ ഭയങ്കര പാടാണ്. പാരന്റ്സ് കണ്ടുകൊണ്ടിരുന്നാലും ഗ്രാൻഡ് പാരന്റ്സ് അതിന് സമ്മതിക്കില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസിന് ഈ അൺമോഡിഫൈഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഈ മെത്തേഡ് നമ്മൾ വളരെ എഫക്റ്റീവായി പല കുട്ടികൾക്കും ചെയ്ത് വിജയിച്ചതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരാഴ്ചയുള്ള മെന്റൽ സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. ഏത് പ്രായത്തിലാണ് എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം. കൃത്യമാണല്ലോ? ഈ മെത്തേഡിനെ നമുക്ക് ക്രൈയിങ് ഔട്ട് മെത്തേഡ് എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഈ കരച്ചിൽ എക്സ്പെക്റ്റഡ് ആണ്. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. ഇത് നിങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് ആ ഫീഡിങ് കണ്ട് നിർത്തി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം കരച്ചിൽ കൂടും. പതിയെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ബിഹേവിയർ ഉണ്ടാവും. കുട്ടി ഭയങ്കര ബഹളമാകും. ആദ്യത്തെ 3 ദിവസം ഭയങ്കര പാടായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ ഗ്രാൻഡ് പാരൻസിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ദിവസം അങ്ങോട്ട് ചെല്ലും തോറും കുട്ടി കരച്ചിലിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരും. സ്ലീപ്പ് കുറച്ചുകൂടി പെട്ടെന്ന് ഉറങ്ങാൻ തുടങ്ങും. പതിയെ സ്ലീപ്പിന്റെ ലേറ്റൻസി തുടങ്ങും. രാത്രി ഉണരുന്നത് കുറഞ്ഞു തുടങ്ങും ഒരാഴ്ച കഴിയുമ്പോൾ. പക്ഷെ ആ ഒരാഴ്ച ഭയങ്കര ഹൊറിബിൾ ആയിരിക്കും, എനിക്കറിയാം. പക്ഷെ നമ്മളത് മറികടന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു ബെഡ് ഓഫ് പ്രോസസ് അല്ല, ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് എഫക്റ്റീവാണ്. കാരണം ഇതിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ മെത്തേഡിന്, ഈ ക്രൈയിങ് ഔട്ട് മെത്തേഡിന് ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന്, പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റും. 1-2 ആഴ്ച കൊണ്ട് കുട്ടി കുടിക്കാതെ ആവാൻ പറ്റും. ഇതിന് സ്ട്രോങ് എവിഡൻസ് ഉണ്ട്. പല ആർട്ടിക്കിൾസിലും ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ചില ആർട്ടിക്കിൾസിന്റെ റെഫറൻസ് ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. അപ്പൊ നല്ല എവിഡൻസ് ഉണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത്. അതുപോലെ തന്നെ ഭയങ്കര സിവിയർ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കേസിൽ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ പറയുന്ന എൻ്റെ മെത്തേഡ് അല്ല, എവിഡൻസ് ഉള്ള ഒരു മെത്തേഡാണ് ഈ ക്രൈയിങ് ഔട്ട് മെത്തേഡ്. കൃത്യമാണോ? അപ്പൊ അടുത്ത ചോദ്യം വരും, ഏത് പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെ ക്രൈയിങ് ഔട്ട് മെത്തേഡ് ട്രൈ ചെയ്യാം? അത് നമുക്ക് അവസാനം പറയാം. ഇനി അടുത്ത മെത്തേഡ്, നമ്മളിപ്പോൾ അൺമോഡിഫൈഡ് എക്സ്റ്റൻഷൻ പറഞ്ഞു. ഈ അൺമോഡിഫൈഡ് എക്സ്റ്റൻഷൻ എന്നുള്ള പേര് ശരിക്കും ഇവിടെ ഉള്ളതല്ല, അത് മറ്റ് ചില ബിഹേവിയറൽ ഇതിനുള്ളതാണ്. എന്തായാലും ഇവിടെ തൽക്കാലം നമ്മൾ ആ പേര് കൊടുക്കുന്നു. ബെസ്റ്റ് പേര് ക്രൈയിങ് ഔട്ട് മെത്തേഡാണ്. അപ്പൊ അടുത്ത മെത്തേഡാണ് ഫീഡിങ് മെത്തേഡ്. അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് മനസ്സിലായല്ലോ, ഒറ്റടിക്ക് അണ്ട് നിർത്തുക. രണ്ടാമത്തെ മെത്തേഡ് ഫീഡിങ് മെത്തേഡ്. അതെന്താ? അതിന്റെ തിയറി വളരെ സിമ്പിളാണ്. കുറച്ച് കൊടുന്ന് നിർത്തുക. അതാണ് ഫീഡിങ് മെത്തേഡ്. അത് പക്ഷെ കുറച്ച് പാടാണ്. കാരണം കുറച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ, അത് ഇന്ന് ഒരു 10 മിനിറ്റ് കുടിച്ചാൽ നാളെ 2 ദിവസം കഴിയുമ്പോൾ ഒരു 8 മിനിറ്റ് കുടിക്കുക. അതൊക്കെ കുറച്ച് പാടാണ്, അങ്ങനെ ടൈം നോക്കി വെക്കലൊക്കെ. എന്നാലും അതൊരു മെത്തേഡായി പറയുന്നുണ്ട്. നമുക്ക് അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. സിമ്പിളാണ്, ഗ്രാജുവലി റെഡ്യൂസിങ്. പതിയെ നമ്മൾ കുറച്ച് കൊണ്ടുവരാം. അവിടെ ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആദ്യം നോക്കേണ്ടത് കുട്ടി ബ്രസ്റ്റ് ഫീഡിങ് ആണോ ഫോർമുല ഫീഡിങ് ആണോ. ഈ 2 കാര്യത്തെ ആശ്രയിച്ച് ഈ മെത്തേഡ് ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങളെ കുട്ടി മുലപ്പാലാണ് കിടക്കാൻ നേരത്തെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെ നേരിടാന്ന് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ്, നിങ്ങളെ കുട്ടി ഒരു ഷോർട്ട് നൈറ്റ് ഫീഡർ ആണ്. എന്നുവെച്ചാൽ ആ കുട്ടിക്ക് ഉറങ്ങാൻ ബ്രസ്റ്റ് വേണം, പക്ഷെ ഒരു 5 മിനിറ്റിന് താഴെയൊക്കെ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാജുവൽ റിഡക്ഷൻ വേണ്ട, ആദ്യം പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. ഒറ്റടിക്ക് നിർത്തുക. കാരണം 5 മിനിറ്റിന് താഴെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ സമയമാണ്. ഒറ്റടിക്ക് ആ ക്രൈയിങ് ഔട്ട് മെത്തേഡ് ഫോളോ ചെയ്താൽ ഇവിടെ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പൊ അവിടെ ഗ്രാജുവൽ വേണ്ട. ഇനി നിങ്ങളെ കുട്ടി 5 മിനിറ്റിനേക്കാൾ കൂടുതൽ ലോങ് ടൈം ഫീഡ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഓരോ 3-4 ദിവസം കഴിയുമ്പോൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അതിന് കുറച്ച് 5 മിനിറ്റ് വരെ എത്തിക്കാം. ഇത് പറയുന്ന അത്ര എളുപ്പമല്ല, എനിക്കറിയാം. ഇപ്പൊ ഇന്ന് ഒരു 1-ാം തീയതി മുതൽ ഒരു 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി വരെ ഒരു 10 മിനിറ്റ് നിങ്ങളെ കുട്ടി ഫീഡ് ചെയ്യുന്നുണ്ട്. 4-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 5-ാം തീയതിക്ക് ശേഷം തൊട്ട് ആ അളവൊന്ന് കുറക്കുക. 10 മിനിറ്റ് എന്നുള്ളത് എത്രയാക്കുക? 10 മിനിറ്റ് എന്നുള്ളത് 8 മിനിറ്റ് ആക്കുക. പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ 6 മിനിറ്റ് ആക്കുക. അങ്ങനെ 2-3 മിനിറ്റ് കുറച്ച് അവസാനം ഒരു 5 മിനിറ്റിന് താഴെ ആകുമ്പോൾ പെട്ടെന്ന് നിർത്തുക. ഇതാണ്
ഫീഡിങ് മെത്തേഡ്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് നോക്കൂ. ഡേ 1 10 മിനിറ്റ്, ഡേ 3, 4, 8 മിനിറ്റ്, അങ്ങനെ കുറച്ച് 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 നിർത്തുക. അപ്പൊ മനസ്സിലായല്ലോ. വീണ്ടും പറയട്ടെ, ഫീഡിങ് അസോസിയേഷൻ ഉള്ള കുട്ടികൾക്ക് ഫീഡിങ് നിർത്താൻ 2 വഴിയുണ്ട്. ഒന്നാമത്തത് സഡൻ ആയിട്ട് നിർത്തുക. അതിനെ വിളിക്കുന്ന പേരാണ് ക്രൈയിങ് ഔട്ട് മെത്തേഡ്, ക്രൈയിങ് ഇറ്റ് ഔട്ട് മെത്തേഡ്. അത് പെട്ടെന്ന് എത്ര അളവിൽ പാൽ കുടിക്കുന്നുണ്ടായാലും പെട്ടെന്ന് നിർത്തുക. രണ്ടാമത്തെ മെത്തേഡാണ് ഗ്രാജുവൽ റിഡക്ഷൻ. അതാണ് മോഡിഫൈഡ്, ഗ്രാജുവൽ ആയിട്ട് കുറച്ചുക. ആ ഗ്രാജുവൽ ആയി കുറക്കുന്നത് തന്നെ 2 തരത്തിലുണ്ട്. അഥവാ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുട്ടികൾക്ക് ഒരു ടൈപ്പും ഫോർമുല ഉള്ള കുട്ടികൾക്ക് ഒരു ടൈപ്പും. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുട്ടികൾക്കാണ്. ഇനി അതിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുട്ടി 5 മിനിറ്റിന് താഴെയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് വേണ്ട. നമുക്ക് നേരെ ഫസ്റ്റ് പറഞ്ഞ ക്രൈയിങ് ഔട്ട് മെത്തേഡ് ഒറ്റ ദിവസം കൊണ്ട് നിർത്താം. 5 മിനിറ്റിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള സമയം പതിയെ 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 കുറച്ച് ഒരു 5 മിനിറ്റിന് താഴെയൊക്കെ ആകുമ്പോൾ ഒറ്റയടിക്ക് നിർത്തുക. ഇനി നിങ്ങളെ കുട്ടി ഫോർമുല ഫീഡ് കുടിക്കുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? അതാണ് പറയുന്നത്. ഫോർമുല മിൽക്ക് 60 ml താഴെയാണ് നിങ്ങളെ കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ വേണ്ട ഫീഡ്. അത്ര കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഫോർമുല നിർത്താം. ഇനി 60 ml മേലെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാജുവലി കുറക്കുക. ഇപ്പൊ ഡേ 1 ആൻഡ് ഡേ 2 180 ml ആണ് കുട്ടി കുടിക്കുന്നത്. ഡേ 3 ആകുമ്പോൾ 4 ആകുമ്പോൾ 150 ആക്കുക, 6 ഒക്കെ ആകുമ്പോൾ 120 ആക്കുക. ഈ ചാർട്ട് കാണുന്ന പോലെ കുറച്ച് 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 കൊണ്ടുവരിക, എന്നിട്ട് നിർത്തുക. ക്ലിയർ ആണോ? ഇനി വീണ്ടും നമ്മൾ പഴയതിലോട്ട് പോവുകയാണ്. അത് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ വീണ്ടും നമ്മൾ പഴയ മെത്തേഡിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള അസോസിയേഷൻ മാറ്റാൻ 2 വഴികളുണ്ട്. അൺമോഡിഫൈഡ് എക്സ്റ്റൻഷൻ അഥവാ ക്രൈയിങ് ഇറ്റ് ഔട്ട് മെത്തേഡും 2 ഫീഡിങ് മെത്തേഡും. ക്രൈയിങ് ഇറ്റ് ഔട്ട് മെത്തേഡ് സിമ്പിൾ ആണ്, ഒറ്റയടിക്ക് നിർത്തുക. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആണ്. പക്ഷെ സക്സസ് കൂടാൻ സാധ്യതയുള്ളത് ഈ മെത്തേഡിലാണ്. എവിഡൻസ് ഒക്കെ ധാരാളം ഉണ്ട്. അടുത്ത മെത്തേഡാണ് ഫീഡിങ് മെത്തേഡ്. അത് ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഫോർമുല ആണെങ്കിൽ എന്ത് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ലെസ് ദാൻ 5 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ അൺമോഡിഫൈഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അതായത് പെട്ടെന്ന് നിർത്താം. മോർ ദാൻ 5 മിനിറ്റ്സ് ആണെങ്കിൽ കുറച്ച് 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 നിർത്താം. ഇനി ഫോർമുല ആണെങ്കിൽ 60 ml താഴെയാണ് കുട്ടി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിർത്താം. 60 ml മേലെയാണെന്നുണ്ടെങ്കിൽ പതിയെ 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 കുറച്ച് 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 നിർത്താം. അതിൽ ഫീഡിങ് മെത്തേഡ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കുറവാണ്. കുറച്ച് നല്ല സമയം എടുക്കും, ക്ഷമ വേണം. പക്ഷെ അൺമോഡിഫൈഡ് മെത്തേഡ് ഭയങ്കര സക്സസ് റേറ്റ് ആണ്, പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആണ്. ഗ്രാൻഡ് പാരന്റ്സ് പലപ്പോഴും സമ്മതിക്കില്ല. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് തൊട്ട് തുടങ്ങാം, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് പ്രായം. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പം നമുക്ക് ലാസ്റ്റ് നോക്കാം എന്ന് തുടങ്ങാം. ഓക്കെ, എന്ന് തൊട്ട് തുടങ്ങാം ഈ പരിപാടി. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഏകദേശം 1 വയസ്സ് വരെ ഭയങ്കര സ്ട്രോങ് ആയി നൈറ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ആലോചിക്കണോ വേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ നമുക്ക് പ്രായം വെച്ച് നോക്കാം. ഏതായാലും 6 മാസത്തിന് താഴെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. കാരണം 6 മാസത്തിന് താഴെ എന്തായാലും ഒരു മുലപ്പാല് മാത്രമേ ഉള്ളൂ. പലപ്പോഴും രാത്രിയൊക്കെയാണ് കുടിക്കുക. എന്നിരുന്നാൽ പോലും ഒരു 4 മാസത്തിന് ശേഷം ഒന്നും ചെയ്യണ്ട. 4 മാസത്തിന് ശേഷം 4 മുതൽ 6 മാസം വരെയുള്ള സമയത്ത് നമുക്ക് പാല് രാത്രി നിർത്തുമൊന്നും വേണ്ട. പക്ഷെ ചെറിയ അളവിൽ ബെഡ് റൂട്ടീൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. അവരുടെ ബിഹേവിയറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. എന്താ കാരണം? നിങ്ങളൊന്ന് പറയൂ, എന്താ കാരണം? ഇത്രയും പറയുന്നത് പറയൂ. കാരണം ഞാൻ ആദ്യം പറഞ്ഞു എന്ത്, ഈ ഒരു സ്വഭാവം ഉണ്ടാവാനുള്ള കാരണം എന്താ? വളരെ ബേബി ആയിരിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രോപ്പർ ബെഡ് റൂട്ടീൻ ഇല്ല. അവർ തോന്നുമ്പോൾ പാല് പിടിക്കുന്നു, അവർ കരയുമ്പോത്തിന് പാല് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ ഉള്ളതുകൊണ്ട് അത് കുട്ടി പഠിച്ച് ആ ശീലം കുട്ടിക്കത് ശീലമായി ഉള്ളതുകൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെ വന്നത്. അപ്പൊ അത് വരുത്താതിരിക്കാൻ നമുക്ക് ആദ്യം ബിഹേവിയർ കുറച്ച് മാറ്റിക്കൂടെ? ആ ബിഹേവിയർ മാറ്റല് 4 മുതൽ 6 മാസമുള്ളപ്പോഴാണ് തുടങ്ങേണ്ടത്. എന്തൊക്കെയാണ് ആ ബിഹേവിയർ മാറ്റുക? അതിനർത്ഥം കുട്ടിക്ക് പാൽ കൊടുക്കുന്നതല്ല. പക്ഷെ 4 മുതൽ 6 മാസമുള്ള സമയത്ത് കുഞ്ഞിന് ഒരു നല്ല ബെഡ് റൂട്ടീൻ തുടങ്ങാം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 5, 9, 10 മണി ആ കുഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അതിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് നല്ല റൂട്ടീൻ ഉണ്ടാക്കുക. ബെഡ് റൂട്ടീൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലും പറയാം. കൃത്യമായി 5 മിനിറ്റ് എടുത്ത് കുളിപ്പിക്കുക, പല്ല് നമ്മുടെ ഫിംഗർ ബ്രഷ് ഒക്കെ വെച്ച് തേച്ച് കൊടുക്കുക, എന്നിട്ട് നൈറ്റിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, ഡയപ്പറൊക്കെ അണിയിക്കുക, ഒന്ന് മോയ്സ്ചറൈസറൊക്കെ ഇടുക, എന്നിട്ട് കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ കൊണ്ടൊക്കെ കിടത്തുക. ഇത് നിങ്ങളൊരു 4 ആഴ്ച ചെയ്ത് നോക്കൂ.
5-ാമത്തെ ആഴ്ച തൊട്ട് കുട്ടി ഈ സമയമാകുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ വഴിയിൽ വരും. ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ അരമണിക്കൂറിന് ഫീഡിങ് ഉണ്ടാവരുത്. അതിന് മുമ്പ് നിങ്ങൾ ഫീഡിങ് കൊടുത്തോളൂ, രാത്രി എഴുന്നേൽക്കുകയാണെങ്കിൽ ഫീഡിങ് കൊടുത്തോളൂ. പക്ഷെ ബെഡ് റൂട്ടീന്റെ സമയത്ത് ഫീഡിങ് കൊടുക്കണ്ട. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവും ഈ ഫീഡിങ് എന്നത് എന്റെ റൂട്ടീന്റെ ഭാഗമല്ല എന്നുള്ളത്. അപ്പൊ ഭാവിയിൽ അതിൽ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഡേ ടൈമിൽ നല്ല രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. നല്ല വളർച്ചയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ നേരത്ത് പാല് കൊടുക്കാതെ കിടത്താം, പ്രശ്നമില്ല. രാത്രി എഴുന്നേറ്റ് കരയുന്നുണ്ടെങ്കിൽ ഒരു വയസ്സിന് താഴേക്കാണെങ്കിൽ ആവശ്യമെങ്കിൽ പാല് കൊടുക്കാം. പക്ഷെ ഈ കിടക്കുന്ന നേരത്ത് പാല് കൊടുത്ത് കിടത്തുന്ന ശീലം ഒഴിവാക്കുക. കിടക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് പാല് കൊടുത്ത് ബെഡ് റൂട്ടീൻ ചെയ്ത് കിടത്തുക. അഥവാ രാത്രി എഴുന്നേൽക്കുകയാണെങ്കിൽ 9 മാസം വരെ നിങ്ങൾക്ക് പാല് കൊടുക്കാം, വളരെ ലാഘവത്തോടു കൂടി പാല് കൊടുക്കാം. പക്ഷെ CDC ഒക്കെ പറയുന്നുണ്ട് ഒരു 9 മാസത്തിന് ശേഷം അഥവാ ഒരു കുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊക്കെ പാലിന് വേണ്ടിയല്ല, നിങ്ങൾ പാല് കൊടുക്കാതെ ഒന്ന് ടാപ്പ് ചെയ്ത് ഉറക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ടും പറ്റില്ലെങ്കിൽ മാത്രം 9 മാസമൊക്കെ കഴിഞ്ഞ ശേഷം പാല് കൊടുത്താൽ മതി. ഇതിനർത്ഥം പക്ഷെ വേറൊരു കാര്യമുണ്ട്, കുട്ടിക്ക് നല്ല വളർച്ചയുണ്ട്, തൂക്കം വെക്കുന്നുണ്ട്, പകൽ സമയത്ത് നല്ലോണം പാല് കുടിക്കുന്നുണ്ട്, യൂറിൻ ഔട്ട്പുട്ട് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പകല് നല്ലോണം പാല് കുടിക്കാൻ പറ്റുന്ന കുട്ടികളുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. 9 മാസത്തിന് ശേഷം നമുക്ക് പതിയെ രാത്രിയുള്ള പാല് കൂടി ഒന്ന് കുറച്ചു തുടങ്ങാം. അതിനർത്ഥം കുട്ടി കരഞ്ഞാൽ തീരെ കൊടുക്കരുതെന്നല്ല, മറിച്ച് പാല് കൊടുക്കാതെ ടാപ്പ് ചെയ്ത് നോക്കാം, ഒന്ന് ആശ്വസിപ്പിച്ച് നോക്കാം. അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങിക്കോട്ടെ. കാരണം CDC അങ്ങനെ പറയാൻ കാരണം ഓരോ 9 മാസത്തിനൊക്കെ ശേഷം ഒരു കുട്ടി രാത്രി ഒന്ന് ശബ്ദം ഉണ്ടാക്കുന്നതോ കരയുന്നതോ എല്ലാം എന്തിനു വേണ്ടിയല്ല, പാലിന് വേണ്ടിയല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 6 മാസം മുതൽ 9 മാസം വരെ രാത്രി പാല് കൊടുക്കുക, നിർബന്ധം ഉണ്ടെങ്കിൽ കൊടുക്കുക. നല്ലോണം പകല് പാല് കുടിക്കണമെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ 9 മാസത്തിന് ശേഷം ആദ്യം ഒന്ന് ആശ്വസിപ്പിച്ച് നോക്കുക, അത് ശരിയാവുന്നില്ലെങ്കിൽ മാത്രം പാല് കൊടുക്കുക. എന്തായാലും കിടക്കാൻ നേരത്തുള്ള ആ പാല് കൂടി 6 മാസം മുതൽ ഒന്ന് മാറ്റിയെടുക്കുക. എങ്ങനെ? ബെഡ് റൂട്ടീന്റെ ഭാഗം, ഫീഡിങ് ഈ ബെഡ് റൂട്ടീന്റെ ഭാഗമാക്കാതിരിക്കുക. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 9 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഈ ശീലം മാറ്റിയെടുക്കാം. ഇനി നിങ്ങളെ കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞു, നല്ല തൂക്കമുണ്ട്, പകൽ സമയത്ത് നല്ലോണം പാൽ കുടിക്കേണ്ടതുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ 2 മെത്തേഡ് ഫോളോ ചെയ്ത് ഇന്ന് തന്നെ അത് നിർത്തി തുടങ്ങാനുള്ള പരിപാടി തുടങ്ങുക. കാരണം പകലുള്ള ഫീഡിങ് നല്ലോണം ഉണ്ടെങ്കിൽ അത് തന്നെ മതി കുട്ടിക്ക്. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും സ്ലീപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് ഈ നൈറ്റ് ഫീഡിങ്ങും അസോസിയേഷനും. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ ആകെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകൂടെ പറയാം. 1-1.5 വയസ്സിന് ശേഷവും ഈ ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തണം. അത് ഇന്ന് തന്നെ നിർത്താൻ ട്രൈ ചെയ്യാം. 6 മാസം മുതൽ 9 മാസം വരെ നിങ്ങൾ ബെഡ് റൂട്ടീൻ സെറ്റ് ആക്കുക. പക്ഷെ ഈ ഫീഡിങ്ങിനെ കുറിച്ച് വല്ലാണ്ട് കൺസേൺ ആവണ്ട. 9 മാസം മുതൽ 1 വയസ്സ് വരെ രാത്രി എഴുന്നേറ്റാൽ ബെഡ് റൂട്ടീൻ എന്തായാലും വേണം. പക്ഷെ രാത്രി എഴുന്നേറ്റാൽ പാല് കൊടുക്കാതെ തട്ടി കൊടുത്ത് ഉറക്കാൻ നോക്കുക. നടന്നില്ലെങ്കിൽ വേണമെങ്കിൽ പാല് കൊടുക്കാം. 1 വയസ്സ് മുതൽ എന്തായാലും രാത്രിയുള്ള പാല് കൂടി കാര്യമായി കുറച്ച് കൊണ്ടുവരിക. അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക് സ്ലീപ്പുമായോ അല്ലെങ്കിൽ മറ്റു ടോപ്പിക്ക് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ നമുക്ക് വീക്കിലി 1-2 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം.